മാർക്കോയുടെ ചരിത്രം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. വളരെ ബുദ്ധിപരമായ മാർക്കറ്റിംഗ് ആണ് മാർക്കോയ്ക്ക് എടുത്തിരിക്കുന്നത്. മാർക്കോ ഡിസംബർ മാസം 20-നാണ് കേരളത്തിൽ റിലീസ് ചെയ്തത്. മലയാള മാർക്കറ്റിനെ അത് പിടിച്ചുകുലുക്കി. ഏറെ വൈകാതെ അത് ഹിന്ദിയിൽ റിലീസ് ചെയ്തു. ഹിന്ദിയിലെ മറ്റു പ്രധാനപ്പെട്ട സിനിമകൾ പോലും മാറ്റിവെച്ചുകൊണ്ട് പുതിയ പുതിയ തിയേറ്ററുകൾ മാർക്കോയ്ക്ക് കിട്ടി. മലയാളത്തിലോട് ഇതിന്റെ എത്രയോ ഇരട്ടി ഹിന്ദിയിലോടി. ഇനി ഹിന്ദിയുടെ ഗൾഫ് രാജ്യങ്ങളിലെ വേഷം ഓടിത്തുടങ്ങിയത് 1-ാം തീയതിയാണ്. അതായത് 5 ദിവസമായിട്ടുള്ളൂ. തെലുങ്കിൽ ഓടിത്തുടങ്ങിയത് 1-ാം തീയതിയാണ്, 5 ദിവസമായിട്ടുള്ളൂ. തമിഴിൽ ഓടിത്തുടങ്ങിയത് 3-ാം തീയതിയാണ്. അങ്ങനെ പല ഭാഷകളിൽ പലതരത്തിൽ റിലീസിംഗ് വെച്ച് ഹൈപ്പ് ഉണ്ടാക്കി ആ സിനിമ മുന്നേറുകയാണ്. വൈകി റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഇപ്പോഴും ശരാശരി ഒരു 2 കോടി രൂപ കളക്ഷൻ ഓരോ ദിവസവും കിട്ടുന്നുണ്ട്. അത് ഇനിയും 1-2 ആഴ്ച കൂടി നീണ്ടു നിൽക്കും. മലയാള സിനിമയിൽ 100 കോടി കടക്കുന്ന അപൂർവ സിനിമകളിൽ ഒന്നായി മറിച്ച് 100 കോടി കടക്കുകയും ഉണ്ണി മുകുന്ദന് വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിയുകയും ചെയ്തു. പാൻ ഇന്ത്യൻ നടൻ എന്നൊക്കെ പറയാം. ഇനി വരാൻ പോകുന്നത് ഉണ്ണി മുകുന്ദന്റെ കാലമാണ്, ഉണ്ണി മുകുന്ദന്റെ യുഗമാണ് എന്ന് വ്യക്തമാകും. എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഉണ്ണി മുകുന്ദന്റെ ഈ മാർക്കോ ദക്ഷിണ കൊറിയയിൽ റിലീസ് ചെയ്യുന്നതാണ്. ഏപ്രിൽ ആദ്യ വാരമായിരിക്കും റിലീസ് ചെയ്യുന്നത്. ദക്ഷിണ കൊറിയ നമുക്കറിയാം ലോകമെമ്പാടും സിനിമ എത്തിക്കുന്ന ഒരു രാജ്യമാണ്. ചെറിയ രാജ്യമാണ്, പക്ഷെ അവിടുത്തെ സിനിമയുടെ സാങ്കേതിക മികവും സിനിമയുടെ പ്രത്യേകതകളും ആക്ഷൻ ത്രില്ലറും ഒക്കെ വളരെ ശ്രദ്ധേയമാണ്. ദക്ഷിണ കൊറിയയിൽ ആ സിനിമ റിലീസിംഗിന് എത്തുന്നു. ദക്ഷിണേന്ത്യയിലെ ഒരു സിനിമയും ഇത്ര വലിയ മാസീവ് റിലീസ് ദക്ഷിണ കൊറിയയിൽ നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് ഉണ്ണി മുകുന്ദൻ കൊടുങ്കാറ്റ് കൊറിയയിലേക്കും പോകുന്നു. കൊറിയയിലും ജപ്പാനിലും സിംഗപ്പൂരിലും ഒക്കെ പടർന്നു ബന്ധിക്കുന്ന വലിയ നടനായി ഉണ്ണി മുകുന്ദൻ മാറുന്നു.